ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ള കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല. അവൻ സോഷ്യോളജിയിലും സോഷ്യൽ സ്റ്റാറ്റസിലും അവൻ മുന്നോട്ട് പോകാൻ പാടില്ല. അവൻ്റെ ലൈഫ് ഇങ്ങനെ കീഴാളനായിട്ട് ഇങ്ങനെ ജീവിക്കുക. അവനെ മാറ്റിയെടുക്കാൻ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. അത് കാണുമ്പോഴാണ് ഇവർക്ക് ചൊറിച്ചിലുണ്ടാവുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ പേരിൽ തന്നെയാണ് സംഘപരിവാർ, BJP ഗവൺമെൻറ്റും ഒക്കെ ഹിന്ദി 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 എന്ന് പറയുകയാണ് വരുന്നത്. എന്തുകൊണ്ട് ഹിന്ദി? കാരണം ഹിന്ദി എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അവൻ്റെ ലൈഫ് എവിടെ എത്തത്തില്ല. ഇതാണ് അതിൻ്റെ കാര്യം. ഇതാണ് അതിൻ്റെ കീ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒന്ന് ഭാഷ, ഒന്ന് ജാതി, ഒന്ന് ജാതീയത. ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സിനെയും SC ആൻഡ് ST അടിച്ചമർത്തുക. അത് ഇന്ത്യയിൽ സാധ്യമല്ല. അത് കൃത്യമായിട്ട് മോദി ഗവൺമെൻറ്റിനും അറിയാം. അത് ഇന്ത്യയിൽ ഫർദർ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സിനിടയ്ക്ക് വലിയൊരു മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മൂവ്മെൻറ്റിനെ എതിർക്കാൻ വേണ്ടി പല BJP ഭരിക്കുന്ന സ്റ്റേറ്റുകൾ ഉണ്ടാക്കിയ പല ബില്ലുകൾ, ഓരോ ദിവസവും ഓരോ ബില്ലുകളാണ് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് FCRA വരുന്നു, ആ ബില്ല് വരുന്നു, ഈ ബില്ല് വരുന്നു, മതപരിവർത്തനം ആ നിയമം വരുന്നു, ഹൗസ് ചർച്ചകൾ ബാൻ ചെയ്യാനുള്ള ബില്ല് വരുന്നു. പേടിയായത് ഭയന്ന് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് കേരളത്തിൽ ഈ നിതിൻ രാജിൻ്റെ ഇഷ്യൂ, രോഹിത് വെമുലയുടെ ഇഷ്യൂ അറിയാം. അതേപോലെ ഇഷ്ടംപോലെ ഇഷ്യൂ നടക്കുന്നുണ്ട്. ഇതൊന്നും പലതും മീഡിയ കാണുന്നില്ല. ഇന്ത്യൻ മീഡിയ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ഡോമിനേറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് പുറത്തൊന്നും അറിയാത്തത്. ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ അപ്പർ ലെവലിൽ നിന്നോണം. അവരായിരിക്കും എല്ലാം നോക്കുന്നത്. അവരുടെ അടിയിലായിരിക്കണം ഇന്ത്യ എന്ന് പറഞ്ഞ കംപ്ലീറ്റ് സിസ്റ്റം പ്രവർത്തിക്കേണ്ടത്. സിവിൽ സർവീസിൽ നിന്ന് പോലും, അതായത് ഇന്ത്യയിൽ പവർഫുൾ ആയിട്ടുള്ള സിവിൽ സർവീസ് ആണെങ്കിൽ പോലും അവിടുന്ന് പോലും അപ്പർ കാസ്റ്റിന് ഈ പറയുന്ന പോലെ പഴയ പോലെ കയറാൻ പറ്റുന്നില്ല. കാരണം ലോവർ ക്ലാസ്, അതായത് ബാക്ക്വേർഡ് ക്ലാസ്, അവർ എഡ്യൂക്കേറ്റഡ് ആയിട്ട് അവർ അപ്പിയർ ചെയ്യാൻ തുടങ്ങി. കാരണം അവർക്ക് റിസർവേഷൻ, അവർ കയറി വരാം. കാരണം ഇത്ര സീറ്റേ ഉള്ളൂ. പല സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ അവിടെയൊക്കെ നിങ്ങൾക്ക് ആ പ്രസൻസ് ഉണ്ടാക്കാൻ കഴിയും ഈസി ആയിട്ട്. ആരാണ് നിയന്ത്രിക്കുന്നത്? കാരണം ഇവരുടെ കയ്യിൽ നിന്നും ഇന്ത്യയിലെ പല ഓഫീസുകളുടെ അഡ്മിനിസ്ട്രേഷൻ്റെ നിയന്ത്രണങ്ങൾ പോവുകയാണ്. ഇതാണ് അതിൻ്റെ കാരണം. BJP പോലും പലയിടത്തും, അത് എനിക്കറിയാവുന്ന വസ്തുതയാണ്, BJPയുടെ പല സീനിയറായിട്ടുള്ള അപ്പർ കാസ്റ്റ് ലീഡേഴ്സിന് യോഗി ആദിത്യനാഥിനെ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം ഒരു OBC ആണ്.